നിങ്ങൾക്ക് പള്ളിക്ക് ജമാഅത്തിന് വേണ്ടി കയറുമ്പോൾ സാധാരണ നമ്മൾ മസ്ബൂക്കായിട്ട്, അതായത് ഇമാമ് നിസ്കാരം തുടങ്ങി ഒരു റക്അത്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ വന്നത് മഗ്‌രിബിക്ക് പള്ളിയിൽ കയറി. അപ്പോൾ ഇമാമ് സലാം വീട്ടിന് ശേഷം നമുക്കൊരു റക്അത്തും കൂടി നിസ്കരിക്കാം. നിങ്ങൾ ആലോചിച്ച് നോക്കും, നിങ്ങൾ അതിനുശേഷം സലാം വീട്ടി ഒരു ദിക്ർ ഒരു 33 വട്ടം സുബ്ഹാനല്ലാഹ് പോലും ചൊല്ലാൻ നേരമില്ലാതെ മൈക്ക് ഓണാക്കിയിട്ട് ആ നിസ്കരിച്ച മൈക്ക് ഉപയോഗിച്ചിട്ട് ആ കൂട്ട ദുആ ഒന്നായിട്ട് ചെല്ലും. ഈ ബാക്കിൽ നിന്ന് ഫറലായ മഗ്‌രിബ് നിസ്കരിക്കുന്ന ഒരു അവസ്ഥകൾ ആലോചിക്കും നിങ്ങൾ. അപ്പം അതിൻ്റെ ഫത്വ ചോദിച്ചാൽ വിവരമുള്ളവരെന്നെ പറഞ്ഞു തരും. നിസ്കരിക്കുന്നവനെ ബുദ്ധിമുട്ടിക്കുന്ന രൂപത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നത് പോലും നിഷിദ്ധമാണെന്ന് പറയുമ്പോൾ എത്രമാത്രം ഏതൊക്കെ പള്ളികളിൽ നടക്കേണ്ട ആലോചിക്കും നിങ്ങൾ. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാര ശേഷമുള്ള കാര്യങ്ങൾ ദിക്റുകളാണ് സുഹൃത്തുക്കളെല്ലാം. എല്ലാം സുബ്ഹാനല്ലാഹ് ദിക്റാണ്, അൽഹംദുലില്ലാഹ് ദിക്റാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ദിക്റാണ്. ഒരു പ്രാർത്ഥന പോലും കയറി വന്നാൽ അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക എന്ന ഒരു വരിയല്ലാതെ ഒരു പ്രാർത്ഥന പോലും കാണില്ലെന്ന് മാത്രമല്ല, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരക്കണക്കിന് ജമാഅത്തുകൾക്ക് നേതൃത്വം കൊടുത്തിട്ട് നബിയോ ഖലീഫമാരോ ഒരു പള്ളിയിൽ വെച്ച് പോലും, മസ്ജിദുൻ നബവിയിൽ വെച്ച് പോലും ഒന്ന് തിരിഞ്ഞിരുന്ന് ദുആ ഇറക്കുകയും ആളുകൾ ആമീൻ പറയുകയും ചെയ്തിട്ടില്ല. മാ അന അലൈഹിൽ യൗമ വഅസ്ഹാബി. അവിടെ എന്തൊരു ബുദ്ധിമുട്ടുണ്ട്, ദീനില്ലാത്ത കാര്യമാണ്, അതിൻ്റെ ഇടങ്ങേറ് വാക്കുകൾക്ക് ഉണ്ടാവും.